ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി ടോയ്ലറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച രാവിലെ മുൻ MLA എൽദോസ് കുന്നപ്പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാലയം നമ്മുടെ പേരിലല്ലെങ്കിലും ആ വിദ്യാലയത്തിൻ്റെ ഉടമസ്ഥരാണ് അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ. നിങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ ഉടമസ്ഥരാണ്. ഇവിടെ എവിടെ ചെന്നാലും നിങ്ങളാരും ചോദ്യം ചെയ്യില്ല. നമ്മുടെ സമ്പത്ത്, നമ്മുടെ കരുത്ത് നമ്മുടെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും നമ്മുടെ നല്ല സുഹൃത്തുക്കളുമാണ്. നല്ല സുഹൃത്തുക്കൾ മാത്രമേ നമ്മുടെ സമ്പത്തുള്ളൂ. നമ്മളെ വഴിതെറ്റിക്കുന്നവർ, മോശപ്പെട്ട കൂട്ടുകാരൊന്നും നമ്മുടെ സമ്പത്തല്ല, അത് നമ്മുടെ ലൈബിലിറ്റിയാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കിനി ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ട്. ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിനൊരു മാർഗരേഖ ഉണ്ടാക്കുകയും അതിനനുസൃതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്ത് നിങ്ങൾ ആർജിക്കുകയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോൾ മുൻ MLA ആണ്, MLA അല്ല. പക്ഷെ എന്നാൽ പോലും ഈ സ്കൂളിൽ വിളിച്ച് ഈ ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ഇനാഗ്രേഷന് അവസരം നൽകി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. അതൊരു ആദരവായി ഞാൻ കണക്കാക്കുകയാണ്. ചടങ്ങിൽ PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുമിത ബിന്ദു ആമുഖ പ്രഭാഷണം നടത്തി. ആദ്യം സ്കൂൾ തുറന്ന ഒന്ന് പ്രവേശനോത്സവം സെക്കൻഡ് ഇയർ, രണ്ടാമത്തത് തൂഫാൻ എന്ന് പറഞ്ഞ് നമ്മൾ വേൾഡ് കപ്പ് മത്സരത്തിന് സമാനതയുള്ള മത്സരം കാഴ്ചവെച്ച് നമ്മുടെ ഫുട്ബോൾ മത്സരം, ലഹരിക്കെതിരെയുള്ള നമ്മുടെ പ്രതിജ്ഞ. മൂന്നാമത്തെ പരിപാടി കഴിഞ്ഞ 6-ാം തീയതി +1 പ്രവേശനോത്സവം. ഇപ്പോൾ നമ്മുടെ ഈ അക്കാദമിക വർഷത്തെ 4ാമത്തെ പരിപാടി. ഇത് 4ാമത്തെ എന്ന് ഈ വർഷത്തെ പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ MLA നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അവരുടെ ആസ്തി വികസന നിർമ്മാണ ഫണ്ടിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ടോയ്ലറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പണി അവസാനിപ്പിക്കാൻ കഴിഞ്ഞ കൊല്ലം ഏറ്റവും അവസാനമേ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും ഇലക്ഷൻ വന്നു. അതിൻ്റെ ഒരു പ്രോട്ടോകോൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യമായില്ല. അദ്ദേഹം നമുക്ക് അനുവദിച്ചു തന്നപ്പോൾ നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം 10 വർഷം നമ്മുടെ MLA ആയി, പ്രിയപ്പെട്ട പെരുമ്പാവൂരിന്റെ MLA ആയി പ്രവർത്തിച്ചപ്പോൾ ജയകേരള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കമ്പ്യൂട്ടറായും ഇതുപോലെ ശൗചാലയമായും ഒക്കെ പലപ്പോഴും അദ്ദേഹം തന്ന സംഭാവനകൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ജയകേരളം എന്നും അദ്ദേഹത്തോട് അതിന് കടപ്പെട്ടിരിക്കുന്നു. സ്കൂൾ മാനേജർ ഇൻചാർജ് ശാരദ മോഹൻ, വാർഡ് മെമ്പർമാരായ ഐസക് മാത്യു, NC തോമസ്, HM സ്മിത താരു, സ്റ്റാഫ് സെക്രട്ടറി CR പ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ ഇവിടെ പറഞ്ഞു പോയ 10 വർഷമായി ഈ സ്കൂളിൻ്റെ സ്വന്തം എന്നോടെന്നും പറയാറുണ്ട്, ഞാൻ സ്കൂളിലേക്ക് വരുന്നതിനേക്കാളും കൂടുതലും നമ്മുടെ MLA ആയിരുന്ന എൽദോസ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പലരോടും പറയുന്നുണ്ട്, ഞാനാണ് സ്കൂളിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന്. അതുപോലെയുള്ള ഒരു സ്നേഹവും ഒരു സഹോദര തുല്യനുമായ നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി. 10 വർഷം നമ്മളോടൊപ്പം നമ്മുടെ തൊട്ടടുത്ത് MLA ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള MLAയും പെരുമ്പാവൂരുകാരൻ തന്നെയാണ്. എല്ലാ കാര്യത്തിനും എപ്പോഴും വിളിക്കാം. എന്നാലും എൽദോസ് കുന്നപ്പള്ളിയെയും ഇനിയാണെങ്കിലും MLA അല്ലെങ്കിൽ ഇപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ, അതുപോലെ നമുക്ക് വിളിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട MLA ഉദ്ഘാടനം നടത്തി എന്നോട് പറഞ്ഞതാണ്, സ്കൂൾ തുറക്കുമ്പോഴേ അല്ലെങ്കിൽ അതിനു മുമ്പ് ആ സമയം തന്നെ നിങ്ങൾ തുറന്നോളൂ, പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം MLA തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണം. ഈ ഫണ്ട് അനുവദിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് MLA മനസ്സ് വെച്ച് നമുക്ക് തന്നു എന്നുള്ളത് വലിയൊരു കാര്യം. സാധാരണ എയ്ഡഡ് സ്കൂളുകൾക്ക്, നമ്മുടെ ഇതുപോലെയുള്ള സ്കൂളുകൾക്ക്, ഗവൺമെൻറ് സ്കൂളുകൾക്ക് സർക്കാരിൻ്റെ കിട്ടുന്ന പോലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അവർക്ക് തരാൻ പറ്റില്ല. MLAമാർക്ക് അവരുടെ ഫണ്ടിൽ നിന്ന് ചെയ്യാവുന്നത് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയും ഇപ്പോഴത്തെ MLAയോട് നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ
MLA ഞാൻ പ്രത്യേകം ഈ സമയം നന്ദിയും സന്തോഷത്തോടെ ഓർക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.